വൈഫ് അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. ഞാൻ നോക്കും. ഞാൻ വേണ്ടി വന്നാൽ അതിനും അടിക്കും. അതിനടിക്കുമെന്നുള്ളതിന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പെൺകുട്ടികളെ നോക്കാമല്ലോ. അതിനെ എൻ്റെ പടം പരാജയപ്പെട്ടാൽ എന്നെ ബാധിക്കാറില്ല. ബാധിക്കാറുണ്ട്. ഉണ്ട്. 2012 നിവിൻ പോളിയുടെ ലൈഫ് ചേഞ്ച് ചെയ്ത ഇയർ. അതുതന്നെയായിരിക്കും നിവിൻ പോളിയുടെ ലൈഫിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ ലക്കിയസ്റ്റ് ഇയർ. ട്രൂ ഫാൾസ്? ലൈഫ് ചേഞ്ച് ചെയ്ത ഇയർ 2012 ആണ്. ലക്കിയസ്റ്റ് ഇയറൊക്കെ ഇനി വരാതിരിക്കുന്നുള്ളൂ. റൈറ്റ് നൗ നിവിൻ പോളി ഞാൻ ലവ് ഗുരു ആക്കാൻ പോവാണ്. ലവ് ഡോക്ടർ നിവിൻ പോളിയാണ് നമ്മുടെ ഇവിടെ സ്റ്റാർ ജാമിൽ. ക്വസ്റ്റ്യൻ: ഒരുപാട് പ്രണയിച്ചിട്ടും പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത സതീഷിനോട് എന്താ പറയാനുള്ളത്? സതീഷ്, നീ തുറന്നു പറയാല്ല, അതിപ്പോൾ വേറെന്താ വഴി? കാര്യങ്ങൾ തുറന്ന് എക്സ്പ്രസ് ചെയ്യാമല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാതിരുന്നിട്ട് കാര്യം കിട്ടില്ല. കിസ് ചെയ്യാൻ കല്യാണം കഴിക്കണോ എന്ന് സംശയമുള്ള മദനോട് എന്താണ് പറയാനുള്ളത്? നീ ആദ്യം കിസ് ചെയ്ത് നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും കല്യാണം കഴിഞ്ഞിട്ട് മതി കല്യാണത്തിന് മുമ്പ് വേണം. കിസ് ചെയ്യാൻ കല്യാണം കഴിക്കണോ? ശരിക്കും ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്യാൻ? ഇല്ലില്ല, അതിൻ്റെ ആവശ്യമില്ല. ഗേൾഫ്രണ്ട് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്. അതൊക്കെ അവർ പറയും, നമ്മൾ നമ്മുടെ രീതിയിൽ. പ്രേമിച്ച പെണ്ണ് ഒടുവിൽ എല്ലാം മറക്കണം എന്ന് പറഞ്ഞു. തകർന്നു പോയിരിക്കുകയാണ് രമേശൻ. നീ മറക്കുക, അടുത്ത പെണ്ണ് ഏതുണ്ടെങ്കിൽ നോക്കുക. അല്ലാതെ 2 റിലീജിയനിൽ പ്രേമിക്കുന്ന 2 യുവ കമിതാക്കളോട് നിവിൻ പോളിയുടെ ഉപദേശമുണ്ട്. വിനോദ് ആയിഷയെ പ്രണയിച്ച പോലെ പ്രണയിക്കാൻ മതമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രണയിച്ച് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക. സമ്മതിച്ചില്ലെങ്കിൽ അതിൻ്റെ വഴികൾ ഇപ്പോൾ അറിയാമല്ലോ. മാരിഡായ ഒരു യുവാവിനോട് പെൺകുട്ടിക്ക് പ്രണയം, അത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വെറുതെ നമ്മൾ എന്തിനാണ്? സത്യം സത്യം. പിന്നെ നിവിൻ പോളിയുടെ പോസ്റ്റ് തട്ടത്തിന് പറയുന്നത് പോസ്റ്റ് നേരം എനിക്കറിയാം നിവിൻ പോളിക്ക് ഫാൻസിന്റെ എന്താ പറയാ 10 കട്ടയാണെന്ന്. അപ്പോൾ പ്രണയം അഭ്യർത്ഥനയായിട്ട് വന്നിട്ടില്ലേ? ദോ യു ആർ മാരിഡ്? ഇല്ല, അങ്ങനെ സ്ട്രേറ്റ് ആയിട്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്ക് മെസ്സേജസും കോൾസിലുള്ള മെസ്സേജസും ഫോണിലുള്ള മെസ്സേജസൊക്കെ ഉള്ളൂ. അത് വരും, നമുക്കതൊന്നും ചെയ്യാം. ഇതുവരെ നിവിനെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടിയും വന്നിട്ട്? അല്ല, ഞാൻ പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുന്നല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് പ്രണയം വേണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവരാണ്. റിന്ന ആണുങ്ങൾക്ക് 6 പാക്ക് വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പോയാൽ. ഞാൻ എന്താണ് പറയുക, വർക്കൗട്ട് ചെയ്യാൻ ഇത്തിരി മടിയുള്ള ഒരാളാണ്. ഇത്തിരി കഷ്ടപ്പെടേണ്ടി വന്നതാണ്. പിന്നെ റിന്ന ഫിലിം ഫീൽഡിൽ വരുന്ന നിവിൻ പോളിയോട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതിനു എനിക്ക് കിട്ടിയത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഭാര്യയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് നിവിൻ പോളി. അറ്റ് ദ സെയിം ടൈം എന്താ പറഞ്ഞിട്ടുള്ളത്? മോനെ അത്ര കെട്ടിപ്പിടിക്കണ്ട, ഓൺ സ്ക്രീൻ കിസ് വേണ്ട. അതൊക്കെ ഇഷ്ടമുള്ള ഏത് ഭാര്യയും എന്തൊക്കെ പറഞ്ഞു കേൾക്കട്ടെ. ഇല്ല, പൊതുജനം അറിയട്ടെ. അല്ല, ഒരു വിശ്വാസമാണല്ലോ അല്ല മുമ്പോട്ട് കൊണ്ടുപോകണേ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഓവർ റൊമാൻറ്റിക് വേഷങ്ങൾ ചെയ്യാൻ ഞാനും കംഫർട്ടബിൾ അല്ല. അതറിയാവുന്നതുകൊണ്ട് അവൾ കൂടുതൽ ഹാപ്പിയാണ്. അതെയോ? അല്ല, ഒരു ഇമ്രാൻ ഹാഷ്മിയെ പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കാനുണ്ട് ആ ഒരു ലെവലിലേക്ക് ഒന്നും ഒരിക്കലും ഇല്ല. അല്ലാണ്ടുള്ള നമുക്കൊരു സേഫ് സോണിലുള്ള രീതിയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു ഓൺ സ്ക്രീൻ കിസ് കാണാൻ പറ്റില്ല. ഓഫ് സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക്. ഓൾറൈറ്റ്, നെക്സ്റ്റ് കാർഡ്. ഫേസ്ബുക്ക് ആക്രമണങ്ങൾ നേരിടുമ്പോൾ സങ്കടം വരാറുണ്ടോ? എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഇഷ്യൂവിൽ ഈ കമൻസൊക്കെ ഒരുപാട് മോശമായിട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് ആരോ അത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആൾക്കാർ റിയാക്ട് ചെയ്യണത് അതാണ് സ്റ്റാർ. അല്ല, അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇത്തിരി വിഷമം ഉണ്ടാക്കി. പക്ഷേ പിന്നീട് ക്യാരക്ടറിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണല്ലോ ഇത് ശരിക്കും. പെട്ടെന്ന് സത്യാവസ്ഥ അറിയാതെ സംഭവം ഉണ്ടാക്കി. നിവിൻ ഇനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ കോൺട്രവേഴ്സീസ് വരും? അത് ഇതിൻ്റെ ഒരു ഇതിന്ന് എന്ത് പഠിച്ചു? മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ലൈഫിലെ എല്ലാ കഥകളും വൈഫിനോട് പറയണോ? ലൈഫിലെ എല്ലാ സ്റ്റോറീസും വൈഫിനോട് പറയണോ? ഇല്ല, എല്ലാ സ്റ്റോറീസും നമ്മൾ പറയേണ്ട ആവശ്യമില്ല.
നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത കഥകൾ മാത്രം നമ്മൾ പറയുക, അതാണ് എപ്പോഴും നല്ലത്. സോ നെവിൻ പോളിക്ക് ഞാൻ നെവിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കാൻ പോവാണ്. സം റിയലി ഇൻട്രസ്റ്റിംഗ് ഫോട്ടോസ്. ഫാഷൻ ഷൂട്ടിലൊക്കെ വരുമ്പോൾ നെവിന് മുടിഞ്ഞ ലുക്കാണ്, മുടിഞ്ഞ ഗ്ലാമറാണ്. ആക്ച്വലി നെവിൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു ഹോട്ട് ഷോട്ട് ഫാഷൻ ഔട്ട്ലുക്കിൽ നടക്കുക. ഇല്ല, ഞാനങ്ങനെ വളരെ കാഷ്വൽ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പോലും ഈ ചാനൽ ഇൻ്റർവ്യൂ ആണ്, അപ്പോൾ അതിന് ഭയങ്കര ശ്രദ്ധിക്കണം, നമ്മുടെ ഷൂസും ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കണം എന്നങ്ങനെ ചിന്തിക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് എൻ്റെ സ്പോട്ടിൽ തോന്നുന്ന എന്ത് ഡ്രസ്സ് ഇടണം അതിട്ട് ആണ് ഞാൻ വരാറ്. പക്ഷെ ഇത് മാറണമെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇപ്പം റിനയാണെങ്കിൽ എന്നോട് പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, ഇപ്പം നീ ശ്രദ്ധിക്കണം, ഡ്രസ്സിങ്ങിനൊക്കെ ശ്രദ്ധിക്കണം, സെപ്പറേറ്റ് ഡ്രസ്സസ് വേണം ഓരോ പരിപാടിക്കും. ഞാനെപ്പോഴും നേരം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നിവിൻ എന്ന സ്റ്റാർ നേരം എന്ന സിനിമ സെല് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പലരും ആ സിനിമയെ അംഗീകരിച്ചിരുന്നില്ല ഇറങ്ങുന്നതിന് മുമ്പ്. നേരമെന്ന സിനിമ ഷൂട്ട് ചെയ്തത് വരെ ഞങ്ങളെല്ലാവരും കൂടി അൽഫോൺസ് പറഞ്ഞിട്ടുണ്ട്, അൽഫോൺസ് നിൻ്റെ ആദ്യത്തെ സിനിമ ഇത്തരം കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് അല്ല വേണ്ടത്, വളരെ കുറച്ചും കൂടി സിമ്പിൾ ഇത് വേണം. ഇതിനകത്ത് ഹ്യൂമറൊക്കെ സ്ക്രിപ്റ്റിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ലായിരുന്നു. പ്രത്യേകിച്ച് മനോജ് കജാനൊക്കെ ചോദിക്കുന്നത് CD റൈറ്റ് ചെയ്യാൻ അറിയോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതൊക്കെ വന്നു പോയതാണ്, അൽഫോൺസ് ദൈവത്തെ ഓർത്ത് ഇത്തരം ഡയലോഗ്സ് ഒന്നും വേണ്ടാന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽഫോൺസിനൊരു ഇല്ല, ഇത് സ്ക്രീനിൽ വരുമ്പോൾ രസം നിങ്ങൾ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിന് മുമ്പേ നമ്മളെല്ലാവരും ക്യാൻവാസ് ചെയ്താണ് ദൈവത്തെ ഓർത്ത് സിനിമ ഷൂട്ട് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ സെല്ല് ചെയ്യാനായിട്ട് ആ സിനിമ കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തമിഴിലാണെങ്കിലും പിസ്ത സോങ് ഇറങ്ങിയ പിന്നെ അവന് റെഡ് ജയൻറ്റിൽ നിന്ന് കോൾ വരികയായിരുന്നു സിനിമ കാണണമെന്ന് പറഞ്ഞു, കണ്ട ഒരു സ്പോട്ടിലെടുത്തു. ഇവിടെയാണെങ്കിലും ലാൽജു സാറിന് സിനിമ കാണിക്കണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു, LJ ഫിലിംസിന്. അപ്പോൾ ലാൽജു സാർ വന്ന സിനിമ കണ്ടു, ലാൽജു സാറിൻ്റെ അഭിപ്രായങ്ങൾ സാറ് പറഞ്ഞു. പക്ഷേ സാറിന് ഇങ്ങനെ ഒരു പുതിയ കൂട്ടായ്മേനെയും ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ളവർ വരണം, LJ ഫിലിംസ് ഇങ്ങനെയുള്ള പുതിയ ആൾക്കാരുടെ തട്ടകമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലാൽജു സാർ. അപ്പോൾ സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നിവിൻ പോളി ഓവർനൈറ്റ് ഒരു സ്റ്റാറായി പെട്ടെന്ന് മാറിയപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ നിവിൻ പോളി പ്രതീക്ഷിക്കാത്ത സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ഉപദേശങ്ങൾ, പുതിയ മാർഗദർശനങ്ങൾ, അങ്ങനെയൊക്കെ സംഭവിച്ചു. സുഹൃത്ത് വലയങ്ങളൊക്കെ പുതിയത് വരും സിനിമയിൽ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അല്ലെങ്കിൽ അവസരങ്ങൾ മാത്രം മുതലെടുക്കുന്ന സുഹൃത്ത് വലയങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. കണ്ടോ അങ്ങനെയുള്ളവരെ കണ്ടു, അങ്ങനെയുള്ളവർ കൂടെ എക്സ്പീരിയൻസ് ചെയ്തൊക്കെ ഞാൻ പോകുന്നു. ജഡ്ജ് ചെയ്യാൻ പറ്റിയോ? സ്പോട്ടിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ഉള്ളതാണോ അല്ലേ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് യുവനടനെയും പോലെ അവസരം ചോദിച്ചിട്ടുണ്ടോ നിവിൻ പോളി? ഇല്ല, ഞാനങ്ങനെ അവസരങ്ങൾ ചോദിച്ചു. പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ അല്ലെങ്കിൽ ഫോണിൽ സിനിമ പറയുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഞാനങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനൊരു തട്ടത്തിൽ പറയുന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിവിൻ പോളി എന്താവുമായിരുന്നു? അറിയില്ല. 2015 ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2015 വരെ നിവിൻ്റെ പുസ്തകത്തിൽ ഡേറ്റ് ഇല്ല എന്ന് കേട്ടു, നിവിൻ്റെ ഡയറി കംപ്ലീറ്റ് ആണെന്ന് കേട്ടു. കുറച്ചൊക്കെ ഇല്ല, അത് എന്താണെന്ന് പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ നല്ല സിനിമകൾ വരെ നല്ല പ്രൊജക്ട്സ് ലൈനപ്പിൽ നിൽക്കുക എന്നുള്ളത് ഭാഗ്യമാണ്. ഇപ്പം നേരം തമിഴിലും ചെയ്തു, അപ്പോൾ തമിഴിൽ നിന്നും ഓഫേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ റൈറ്റ് ആയിരിക്കണം, നമ്മൾ ചെയ്യുന്നതൊക്കെ റൈറ്റ് പ്രൊജക്ട്സ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആണ്. ഹിന്ദിയിൽ പോകാൻ ആശ ഉണ്ടോ? ഇപ്പം ഇല്ല, കുറച്ചൊക്കെ കേട്ട് വന്നിട്ട്. അൽഫോൺസ് ചെയ്യുന്നുണ്ട് ഹിന്ദി സിനിമ. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി ആലോചിച്ചു, നമുക്ക് എന്തെങ്കിലും പാസിംഗ് ഷോട്ടിലൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ട് നടന്നാലോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ അതൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തോന്നി അങ്ങനെ ഇതിലേക്ക് കയറി ചെയ്യും. ആണോ? എന്തായാലും തമിഴിൽ നിവിൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങി. ഇനി ഭാവിയിൽ അൽഫോൺസ് പുത്രൻ ഹിന്ദിയിൽ സിനിമ എടുക്കുമ്പോൾ
നെവിനും ഹിന്ദിയിൽ അഭിനയിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. അന്ന് പഠിക്കാൻ വേണ്ടി നല്ല കാര്യം. ഹിന്ദിയിൽ അല്ലെങ്കിലും കുറച്ച് വീക്കാണ്. അപ്പോൾ പിന്നെ വാക്കുകൾ പഠിക്കൂ, കേൾക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ. എൻ്റെ എന്ത് വായിക്കും? ജുവ, ചൂത് കളി ഒക്കെ പഠിക്കാം. നമുക്ക് പയ്യെ പയ്യെ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. സോ താങ്ക് യു ഷാൻ. ദിസ് ഇസ് ഫോർ യു. ആൻഡ് ഫൈനലി നിവിൻ്റെ നേരമാണ്. ഇത്രയും നേരം നിവിൻ ഞങ്ങൾക്ക് തന്ന നേരമാണ്. ദിസ് ഇസ് ഫോർ യു. നേരം നിവിനുള്ള നേരമാണ്. മലയാള സിനിമയിൽ എന്നും നിവിന് മാത്രമുള്ള നേരമാണ്. ഓക്കെ, ഇത് ഞാൻ സൂക്ഷിച്ചു.